കരിപ്പൂർ ദുരന്തം എന്ന് പറഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ പെരിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കരിപ്പൂർ നമ്മുടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, കാർഗോയിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ആദ്യ ഒരു ഇത് നമ്മുടെ അവിടുത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു, ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് റൺവേ വിട്ടു പോയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു നിസാർ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു, എന്താണ് വിവരം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കരയാണ്, അവൻ ഒരു ഓടുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കരയുന്നുണ്ട്, ആർത്തിട്ട് എന്നോട് പറഞ്ഞു ഫ്ലൈറ്റ് ഇതായിട്ട് നല്ല നടുമുറിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മൾ ഷെൽട്ടർ എന്നുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ആംബുലൻസ് ഉണ്ട്, നീ ആംബുലൻസ് എടുത്തിട്ട് വരിക, പെട്ടെന്ന് തന്നെ വേഗം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഫസ്റ്റ് കിട്ടുന്ന ഒരു റിപ്പോർട്ടാണത്. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അയൽവാസി ഉണ്ട്, അവനെയും കൂട്ടി പെട്ടെന്ന് ഞാൻ കാറിലെടുത്ത്, ആംബുലൻസിൻ്റെ ഡ്രൈവർ എത്തിയിട്ടില്ല, പക്ഷേ ഞങ്ങൾ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ കാർ എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു റെയിൻ കോട്ടും അതേപോലെ ടോർച്ചും കയ്യിലെടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഓടി വന്ന് അവിടെ നല്ല മഴ ഉണ്ടായില്ല, നല്ല മഴയായിരുന്നു. നമ്മുടെ കോവിഡ് ടൈമാണ്, ആളുകൾ പുറത്ത് ഇറങ്ങുന്നതിൽ മടി കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഓടി വന്നപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള CRF ഒക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റ് അടച്ചിട്ട് അവർ കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഫ്ലൈറ്റ് വീണ് അങ്ങനെ പുക അങ്ങനെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഫയർ ഉണ്ടാവും, നിങ്ങൾ മാറിപ്പോകുന്നു. പക്ഷെ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു ഫയർ വന്നോട്ടെ, ഞങ്ങൾ എടുക്കും, നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്, ഫ്ലൈറ്റിൻ്റെ ഉള്ള ആളുകൾ അവർ നിലവിളിക്കുകയാണ്, അവർ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. അപ്പം ഇവർ ഈ തടഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്ത് ഞങ്ങൾ എടുത്തോളാം, ഫയർ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഉണ്ട് ശരിയാണ്, നിങ്ങൾ മുൻകരുതൽ എന്നുള്ള നിൽക്കാന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സമയം മതി, നമുക്ക് ഇത്രയും ആളുകളോട് വന്നിട്ടുണ്ട്, വാഹനവുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ള മനസ്സിലായി. പിന്നെ അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ ഗേറ്റ് തുറന്നു. അപ്പോൾ ഗേറ്റ് തുറന്നപ്പോൾ അവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും കയറുന്ന ആളുകൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ടോർച്ച് ഉള്ളത് കൊണ്ട് അവിടെ അത് ആവശ്യമായിരുന്നു. അപ്പോൾ എന്നെ വേഗം കടത്തിവിട്ടു, എൻ്റെ സുഹൃത്തിനെ തടഞ്ഞു, എന്നെ വേഗം കടത്തി വിട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്ലൈറ്റിൻ്റെ മുകളിലേക്ക് ചാടി കയറിയപ്പം ഭയങ്കരമായിട്ട് ആളുകൾ നന്നായിട്ട് കയറിയപ്പോൾ കരച്ചിലാണ്. അപ്പോൾ അടിയിലൊക്കെ ആളുകളുണ്ട്. അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് ഇറങ്ങി പിന്നെ സീറ്റൊക്കെ മാറ്റി ആളുകൾ ചിലർ വലിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ വലിക്കരുത്, കുടുങ്ങി കിടക്കുന്ന ആളുകളാണ്, കൂടുതൽ പരിക്കുകൾ പറ്റാതെ നോക്കണം. അങ്ങനെ നല്ലൊരു ടീം അവിടെ വന്നു, ഒന്നും നോക്കാതെ ഈ ചളിയിൽ കുടഞ്ഞെടുക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ ആംബുലൻസുകളൊക്കെ വന്നു, വലിയൊരു പ്രവർത്തനം ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ലോകമെമ്പാടും മലപ്പുറത്തെ ശ്രദ്ധിച്ച ഒരു സമയം കൂടിയായിരുന്നു അത്. മൊത്തം ലോകത്തെ വ്യത്യസ്ത ഇടങ്ങളിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള വളരെ നെഗറ്റീവായ ക്യാമ്പയിനുകൾ നടന്നിട്ടുണ്ട്. ആ ക്യാമ്പയിനുകൾക്കൊക്കെ ഇടയിൽ, ഈ വളരെ ശക്തമായ അജണ്ടകൾക്കിടയിൽ ഇതുപോലത്തെ നിമിഷങ്ങളിൽ നമ്മുടെ ജാതിമത വ്യത്യാസമില്ലാതെ മലപ്പുറത്തെ മനുഷ്യർ കാണിക്കുന്ന ഒരു വല്ലാത്ത ത്യാഗമനസ്സാണ് ശരിക്ക് പല സമയത്തും. അതിൽ ഒരു എന്നും മനസ്സിലേക്ക് വന്ന ഒരു അനുഭവം, രണ്ടാമത്തെ നമ്മൾ ഇവരെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഇത് കഴിഞ്ഞ് ഈ അനുഭവത്തിൽ അതിജീവിച്ച ആളുകൾ കൂടിയിരുന്ന സംഘമുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ഈ ഒരു അപകടം സംബന്ധിച്ച് ചെറിയ കാലിനൊക്കെ പൊട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു മലമൂത്ര വിസർജനം അദ്ദേഹം ആ ഒരു സമയത്ത് നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഏതോ ഒരു സഹോദരൻ, എനിക്കറിയില്ല, പേരറിയില്ല, അദ്ദേഹം എന്നെ മുഴുവനായിട്ട് എന്നെ തേച്ച് കുളിപ്പിച്ചു, അദ്ദേഹം ഒരു മുണ്ട് എനിക്ക് കൊണ്ടു തന്നു, എന്നെ തുണി ഉടുപ്പിച്ച് ചുറ്റി, എന്നെ വൃത്തിയാക്കിയത് മുഴുവൻ അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട്. ആ ആളെ എനിക്കറിയില്ല, ആ ആൾ ഈ സദസ്സിലുണ്ടെങ്കിൽ വേറെ നടക്കും. അവിടെ ഉണ്ടായിരുന്നൊരു നൗഷാദ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു, നമ്മുടെ സ്നേഹസ്പർശവുമായൊക്കെ ബന്ധപ്പെട്ട് വളരെയേറെ സജീവമാകുന്നൊരു ആളായിരുന്നു. അയാൾ കയറി വന്നപ്പോൾ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചൊരു രംഗം ഭയങ്കരമായിട്ട് കണ്ണിൽ നിന്ന് അതൊരു ഭയങ്കര ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് ഇത് നിങ്ങൾക്കേ കഴിയുള്ളൂ, ഈ ഒരു മനസ്സുള്ളവർക്കേ അത് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും ഇപ്പോൾ ഈ നൗഷാദ് എന്തെങ്കിലും ഒരു പടക്കം പൊട്ടിക്കേ, എന്തെങ്കിലും ഒരു സംഗതിയൊക്കെ ആണെങ്കിൽ നൗഷാദ് തീവ്രവാദി, ഇസ്ലാം, മുസ്ലിം എന്നൊക്കെയുള്ള ഫ്രെയിമിൽ ഇതൊക്കെ കൊണ്ടുവരും. എന്നാൽ ഇതേ നൗഷാദ് ഈ ചെയ്യുന്ന കാര്യത്തെ അയാളുടെ മതവുമായി ആരും കണക്ട് ചെയ്ത് എന്ത് ചെയ്യൂല, ചിന്തിക്കൂല. നമുക്ക് മതവുമായി കണക്ട് ചെയ്ത് ചിന്തിക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല. പക്ഷെ മറുഭാഗത്ത് അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു സമുദായത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ഒരു മതത്തിന്റെയും ഒരു വേദഗ്രന്ഥത്തിന്റെയും പ്രശ്നമാക്കി അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനത്തെ ഒരു കൺസേൺ തീർച്ചയായും നമ്മൾ പറയണത്.